അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത് 2ാം ക്ലാസ്സിലെ ലിസാനുമായി ബന്ധപ്പെട്ട കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. കാരണം ചെയ്യുന്ന വീഡിയോ ആരിലേക്കും കറക്റ്റായിട്ട് എത്തുന്നില്ല. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ. ഇതുപോലുള്ള വീഡിയോകൾ നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ലഭിക്കാത്തവർ താഴെ കമൻറ്റ് ബോക്സ് ഒന്ന് നോക്കിയാൽ മതി. അതിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. അതുപോലെ 2ാം ക്ലാസ്സിൻ്റെ ക്വിസ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഇതുവരെയായിട്ടും യൂസ് ചെയ്യാത്തവർ, ചെയ്ത് നോക്കാത്തവർ അതും ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം. നുവഫിഖു യോജിപ്പിക്കാനാണ്. ഇവിടെ വലതുഭാഗത്ത് അറബി വാക്കും അതിൻ്റെ അർത്ഥം ഇടതുഭാഗത്തും കൊടുത്തിട്ടുണ്ട്. പക്ഷേ യോജിച്ചതല്ല നേരെ പുറത്തുള്ളത്. നമുക്ക് നടുക്കി എഴുതിയെടുക്കുക ശരിയായത്. ഒന്ന് ബാബുൻ. ബാബുൻ എന്ന് എന്തിനാണ് പറയുക? ഇടതുഭാഗത്ത് കാണുന്ന ആ കോളത്തിലുണ്ടാവും വാതിൽ. 2 ഖുഫ്ലുൻ. ഖുഫ്ലുൻ പൂട്ട്. ഖുഫ്ലുൻ പൂട്ട്. 3 മിഫ്താഹുൻ. മിഫ്താഹുൻ താക്കോൽ. താക്കോലും പൂട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് കേട്ടോ. മിഫ്താഹുൻ താക്കോൽ. സരീറുൻ. സരീറുൻ കട്ടിൽ. 5 കുർസിയുൻ. കസേര. കുർസിയുൻ കസേര. ഇനി അടുത്തത് ജിദാറുൻ. ജിദാറുൻ ചുമര്. ജിദാറുൻ ചുമര്. 7 സുല്ലമുൻ കോണി. 8 ബഖലുൻ ചീര. ഇതുപോലെ ഈ പരീക്ഷകളിൽ അധികം വരാറുണ്ട്. അപ്പോൾ പാഠഭാഗത്തിലുള്ള ഓരോ വാക്കുകളും കൃത്യമായി പഠിക്കുക. 2ാമത്തെ പ്രവർത്തനം നുജീബു ഫിൽ ലുഗത്തിൽ അറബിയത്തി. അറബി ഭാഷയിൽ ഉത്തരം എഴുതാനാണ്. ഇപ്പം നമുക്ക് കാണാം മഹാദ എന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം മനസ്സിലാക്കിയിട്ട് അതിന് അറബിയിൽ എന്ത് പേരാണ് പറയുക എന്ന് താഴെ എഴുതി കൊടുക്കുക. 1 മഹാദ ഇതെന്താകുന്നു? അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ട് ഇനി പറയണം മറുപടി. ഹാദ ഫനസുൻ. ഹാദ ഫനസുൻ ഇത് ചക്കയാകുന്നു. 2ാമത്തേത് മാ ഹാദ ഇതെന്താകുന്നു? മുന്തിരി അല്ലേ? ഇനി അറബിയിൽ പറയാ ഐനബുൻ. ഹാദ ഐനബുൻ ഇത് മുന്തിരിയാകുന്നു. 3ാമത്തേത് വത്തക്കയാണ്. തണ്ണിമത്തൻ എന്ന് പറയും. മാ ഹാദ ഇതെന്താകുന്നു? ഹാദ ബിത്തിയുഹൻ ഇത് തണ്ണിമത്തനാകുന്നു. അടുത്തത് മാ ഹാദ ഇതെന്താകുന്നു? കാരക്കയാണത്. കാരക്കക്ക് എന്താ പറയാ? തമ്രുൻ. ഹാദ തമ്രുൻ ഇത് കാരക്കയാകുന്നു. ഇനി അടുത്ത പ്രവർത്തനം അരിബു അറബിയാക്കാനാണ്. ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അത് അറബിയിലേക്ക് എഴുതണം. 1 ഇത് എൻ്റെ ടവലാണ്.
അതെങ്ങനെ പറയാ? ടവലിന് മിന്ദീലുൻ എന്ന് പറയാം. ഇത് എന്നതിന് ഹാദ. ഫഹാദ മിന്ദീലി, ഇതെൻ്റെ ടവലാണ്. 2, ഇത് എൻ്റെ നഖമാണ്. ഹാദ ളുഫ്രി, ഹാദ ളുഫ്രി. അവിടെ ചെയ്യേണ്ട എൻ്റെ എന്നർത്ഥം വരണമെങ്കിൽ അവസാനം യാ കൊടുക്കണം, എന്നാലാണ് അവിടെ അർത്ഥം കിട്ടുള്ളൂ. 3, ഇത് എൻ്റെ പിരടിയാണ്. ഇത് എൻ്റെ പിരടിയാണ്. എങ്ങനെ പറയും? ഇത് എന്നതിന് ഹാദ എന്ന് ഉപയോഗിക്കുക. ഉനുഖ് എന്ന് പറഞ്ഞാൽ പിരടി. എൻ്റെ പിരടി എന്നതിന് ഉനുഖി, ഇതെൻ്റെ പിരടിയാകുന്നു. എങ്ങനെ പറയും? ഹാദ ഉനുഖി. 4, ഇത് എൻ്റെ മൂക്കാണ്. മൂക്കിന് അൻഫിന് എന്നാ പറയാം. ഹാദ അംഫി, ഇതെൻ്റെ മൂക്കാകുന്നു. ഇനി അവസാനത്തെ പ്രവർത്തനം നുതർജിമു, തർജിം ചെയ്യാം. ഇനി അറബി കൊടുത്തിട്ട് അതിൻ്റെ അർത്ഥം എഴുതുക. അന ദാരിസുൻ, ഞാൻ വിദ്യാർത്ഥിയാകുന്നു. 2, ജവ്വാലി, എൻ്റെ മൊബൈൽ ഫോൺ. അടുത്തത് ഇസാരി, എൻ്റെ തുണി. ഇസാരി, എൻ്റെ തുണി. 4, ഹാദാ മിർസമുൻ, ഇത് പെൻസിലാകുന്നു. ഹാദാ മിർസമുൻ, ഇത് പെൻസിലാകുന്നു. ഇതോടുകൂടെ നമ്മുടെ 2ാം ക്ലാസ്സിലെ ചോദ്യോത്തരങ്ങളൊക്കെ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.